പാണക്കാട് സാദിഖ് അലി തങ്ങൾ സംസാരിക്കുകയാണ്. മാധ്യമങ്ങളോട് കേൾക്കാം. പേരാമ്പ്രയിൽ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത സംഗതിയാണ്. കാരണം ഒരു മത ധ്രുവീകരണത്തിന് വളം വെക്കുന്ന രീതിയിലാണ് അവിടെ ഇപ്പോൾ നടന്ന ആ സംഭവങ്ങൾ. ഒരിക്കലും ഇലക്ഷനിലൊന്നും പറയാൻ പാടില്ലല്ലോ. ഒരു ഇലക്ഷനിൽ ഞാൻ പറഞ്ഞല്ലോ, മതത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല മത്സരിക്കുന്നത്. ഇലക്ഷനിൽ എല്ലാവരുടെയും വോട്ടുകൾ വേണ്ടി വരും. ഇലക്ഷനിൽ നമ്മൾ പൊതു മിനിമം പരിപാടിയാണ്. ജനാധിപത്യ പാർട്ടികളുടെ ആദർശവും മര്യാദകളൊക്കെയാണ് ഇലക്ഷന് പറയുക. അതല്ലാതെ ഇതിൻ്റെ മതത്തിൻ്റെ പേര് ചാർത്തി അവിടെ വോട്ടുകൾ ഭിന്നിപ്പിക്കുവാനുള്ള ശ്രമങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. അത് നമുക്ക് കേട്ടാൽ മനസ്സിലാവില്ലേ? അതെല്ലാവരും കേട്ടതല്ലേ. ഈ FCRയിൽ ആശങ്ക തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇപ്പോൾ താൽക്കാലികമായി അവരത് കേന്ദ്ര സർക്കാർ അതിൽ നിന്ന് പിൻവാങ്ങിയാൽ പോലും അത് നടപ്പിലാക്കുമെന്നുള്ള അതെ, അത് ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അങ്ങനത്തെ ചോദ്യമൊക്കെ ചോദിക്കുക. അപ്പോൾ കാരണം അത് ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ ഇവിടുത്തെ NGOകളെ സംബന്ധിച്ചിടത്തോളം, സാമൂഹ്യ സംഘടനകളെ സംബന്ധിച്ചിടത്തോളമൊക്കെ ഇപ്പോൾ കേന്ദ്രം കൊണ്ടുവരുവാൻ പോകുന്ന നിയമം വളരെയേറെ ആശങ്ക ഉളവാക്കുന്നുണ്ട്. കാരണം ഇതൊക്കെ FCR അതൊക്കെ ഓരോ കമ്പനികളുടെയൊക്കെ CSR ഫണ്ടിൽ നിന്നൊക്കെ കിട്ടുന്നതാണല്ലോ. അത് ഗവൺമെൻറ്റിനെ തള്ളിക്കളയാവുന്നതല്ല. അതൊക്കെ സാധാരണക്കാർക്ക് പാവപ്പെട്ടവർക്ക് ഒക്കെ അത് നമുക്ക് കൊടുക്കുവാൻ സാധിക്കും. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ കൊണ്ടുവരാൻ പോകുന്ന നിയമം അതൊക്കെ വലിയ രീതിയിൽ അത് ഇവിടുത്തെ സാധാരണക്കാരെ വല്ലാതെ ബാധിക്കും. ന്യൂനപക്ഷ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെ തടയിടാനുള്ള ഒരു നീക്കം എന്ന രീതിയിൽ കാണാൻ കഴിയും. ആ രീതിയിൽ പ്രസ്താവനകളൊക്കെ ന്യൂനപക്ഷ സംഘടനകൾ പറയുന്നുണ്ട്, സ്ഥാപന മേധാവികൾ പറയുന്നുണ്ട്, മത നേതൃത്വം പറയുന്നുണ്ട്. ന്യൂനപക്ഷങ്ങൾക്കാണത് കൂടുതൽ ഇതിൻ്റെ ആവശ്യം വരിക. അപ്പോൾ അത് പാണക്കാട് സാദിഖ് അലി തങ്ങൾ സംസാരിക്കുകയായിരുന്നു. ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിലല്ല പേരാമ്പ്രയിലെ വോട്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. എല്ലാവരുടെയും സ്ഥാനാർത്ഥിയാണ് ഫാത്തിമ തെഹ്ലിയ എന്നാണ് തങ്ങൾ പറഞ്ഞു വെക്കുന്നത്.